മീഡിയ ഓൺലൈൻ PSC കോച്ചിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും തെരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തൂ. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആയിരുന്നു CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നയിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നയിച്ചത്. വേദാന്ത സൂത്രം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു. വേദാന്ത സൂത്രം എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് 1909. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ശ്രീനാരായണ സേവികാ സമാജം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ശ്രീനാരായണ സേവികാ സമാജം സ്ഥാപിച്ചത്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠസ്വാമികളാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന് എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ യഥാർത്ഥ പേര് ഗോവിന്ദക്കുട്ടി മേനോൻ. ഗോവിന്ദൻകുട്ടി മേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ യഥാർത്ഥ പേര്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ഏത് വർഷമാണ്? 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം. ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8. 1986 ഫെബ്രുവരി 8 ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1903. 1903 ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതെന്ന്? 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യ ഗുരു. തൈക്കാട് അയ്യ ഗുരുവാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് കുമാരഗുരു. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് കുമാരഗുരു. സാധുജന പരിപാലന യോഗം പുലയ മഹാസഭയായി മാറിയ വർഷം 1938. 1938 സാധുജല പരിപാലന യോഗം പുലയ മഹാസഭയായി മാറിയ വർഷം. ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് എവിടെ? കാഞ്ചീപുരം. കാഞ്ചീപുരത്താണ് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത്. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. കുമാരനാശാനാണ് SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ ആദ്യ സാമൂഹിക സംഘടന സമത്വ സമാജം. സമത്വ സമാജം ആണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന.
സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത് 1905. 1905 സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത്. ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം അഭ്യസിച്ചത് ആരിൽ നിന്ന്? തൈക്കാട് അയ്യാഗുരു. ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം അഭ്യസിച്ചത് തൈക്കാട് അയ്യാഗുരുവിൽ നിന്ന്. SNDPയുടെ ആദ്യകാല പ്രസിദ്ധീകരണമായ വിവേകോദയത്തിന്റെ പത്രാധിപർ കുമാരനാശാൻ. SNDPയുടെ ആദ്യകാല പ്രസിദ്ധീകരണമായ വിവേകോദയത്തിന്റെ പത്രാധിപർ ആയിരുന്നു കുമാരനാശാൻ. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. അഭിനവ കേരളം ആണ് ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതം മാറ്റത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതം മാറ്റത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമി. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പി പൽപ്പു. ഡോക്ടർ പി പൽപ്പുവാണ് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത്. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം രൂപീകരിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം യോഗക്ഷേമ സഭയിൽ അവതരിപ്പിച്ചത് ഏത് വർഷമാണ്? 1929. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം യോഗക്ഷേമ സഭയിൽ അവതരിപ്പിച്ചത്. നായർ ഭൃത്യജന സംഘം സ്ഥാപിച്ചത് 1914 ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 നായർ ഭൃത്യജന സംഘം സ്ഥാപിച്ചത്. നിരീശ്വരവാദികളുടെ ഗുരു എന്ന് അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാസിക യുക്തിവാദി. യുക്തിവാദിയാണ് സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മാസിക. തുവയൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. തുവയൽപന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമി. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1917. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗമായ വർഷം 1947. 1947 മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗമായത്. ഈഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പി പൽപ്പു. ഡോക്ടർ പി പൽപ്പുവാണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത്. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യാഗുരു. തൈക്കാട് അയ്യാഗുരുവാണ് ശിവരാജയോഗി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. മരുത്വ മലയിൽ തപസ് ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. മരുത്വ മലയിൽ തപസ് ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967. 1967 ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921.
1921 പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ബോട്ട് യാത്രക്കിടയിൽ സവർണരാൽ വധിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ബോട്ട് യാത്രക്കിടയിൽ സവർണരാൽ വധിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ആഗമാനന്ദ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ആഗമാനന്ദ. SNDP യോഗത്തിന്റെ ആദ്യകാല പേര് വാവൂട്ട് യോഗം. SNDP യോഗത്തിന്റെ ആദ്യകാല പേരാണ് വാവൂട്ട് യോഗം. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ള. കെ പരമുപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. തൈക്കാട് അയ്യ ഗുരുവിന്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ. സുബ്ബരായൻ എന്നാണ് തൈക്കാട് അയ്യ ഗുരുവിന്റെ യഥാർത്ഥ പേര്. പ്രാർത്ഥനാഞ്ജലി എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. പ്രാർത്ഥനാഞ്ജലി എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണമ്മൂല. കണ്ണമ്മൂലയാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ഈ വരികൾ ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണുള്ളത്? ജാതി മീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ഈ വരികൾ ശ്രീനാരായണ ഗുരുവിന്റെ ഏത് കൃതിയിലാണുള്ളത്? ജാതി മീമാംസ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം വർക്കല. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലമാണ് വർക്കല. പന്തിഭോജനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് തൈക്കാട് അയ്യ ഗുരു. തൈക്കാട് അയ്യ ഗുരുവാണ് പന്തിഭോജനം ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത്. സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എന്ന കൃതി രചിച്ചത് പൂയാമ്പള്ളി തങ്കപ്പൻ. പൂയാമ്പള്ളി തങ്കപ്പൻ ആണ് സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എന്ന കൃതി രചിച്ചത്. വക്കം മൗലവി അൽ ഇസ്ലാം എന്ന മാസിക പ്രസിദ്ധീകരിച്ച വർഷം 1918. 1918 വക്കം മൗലവി അൽ ഇസ്ലാം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത്. 1959 മന്നത്ത് പത്മനാഭൻ നയിച്ച സമരം വിമോചന സമരം. 1959 മന്നത്ത് പത്മനാഭൻ നയിച്ച സമരം വിമോചന സമരം. ആലത്തൂർ സിദ്ധാശ്രമം രൂപീകരിച്ചത് എന്ന്? 1907. 1907 ആലത്തൂർ സിദ്ധാശ്രമം രൂപീകരിച്ചത്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കർ. P.A. ബക്കർ ആണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത്. വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം 1809. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ.